സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീണ്ടും പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ സാന്നിധ്യം അറിയിക്കാൻ എത്തുകയാണ്. മുമ്പ് പലവട്ടം വന്നുപോയതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം മാർച്ച് 15-ന് അദ്ദേഹം വീണ്ടും എത്തുകയാണ്. പാലക്കാടാണ് ഇത്തവണ പ്രധാനമന്ത്രി എത്തുന്നത്. റോഡ് ഷോയും പൊതുസമ്മേളനവും അടക്കം നടത്തിക്കൊണ്ട് BJPയുടെ പ്രചരണ രംഗത്ത് പ്രധാനമന്ത്രിയുടെ വരവോടെ ഒരു പൊതു തുടക്കമാവാനാണ് BJP ക്യാമ്പുകൾ ലക്ഷ്യമിടുന്നത്. ഈ മാസം 15-ന് വെള്ളിയാഴ്ചയാണ് നരേന്ദ്രമോദി പാലക്കാട് എത്തുന്നത്. പാലക്കാടുള്ള C. കൃഷ്ണകുമാറിൻ്റെ, അതായത് NDA സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായാണ് അദ്ദേഹം പാലക്കാട് കോട്ട മൈതാനിയിലാണ് പ്രധാനമന്ത്രി പ്രസംഗിക്കുക. നമുക്കറിയാം, പാലക്കാട് അത്യാവശ്യം സ്വാധീനമുള്ള, BJPക്ക് സ്വാധീനമുള്ള ചില ബെൽറ്റുകളുണ്ട്. ഒരുപക്ഷെ തൃശ്ശൂരിനെ അപേക്ഷിച്ചാണെങ്കിൽ പോലും പാലക്കാടാണ് BJPക്ക് സ്വാധീനമുള്ള സ്ഥലം. പ്രത്യേകിച്ച് നഗരപ്രാന്ത പ്രദേശങ്ങളിൽ BJPക്ക് വലിയ സ്വാധീനമുണ്ട്. കഴിഞ്ഞ തവണ ശ്രീധരൻ പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിലേക്ക് മത്സരിച്ചപ്പോഴും പ്രചാരണത്തിന് വേണ്ടി നരേന്ദ്രമോദി ഇവിടെ എത്തിയതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ഇവിടെ പ്രസംഗിക്കാൻ എത്തുന്നത്. ഇവിടെ എത്തുന്നതോടുകൂടി അദ്ദേഹത്തിന് പ്രധാനമായും ഈ പാലക്കാട് തൃശ്ശൂർ ആ ഒരു ബെൽറ്റ്, BJPക്ക് സ്വാധീനമുള്ള ആ ഒരു ബെൽറ്റിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി എത്തുന്നത്. ഇതെന്തായാലും BJPക്ക് വലിയ രീതിയിലുള്ളൊരു ഗുണം ചെയ്യും. കാരണം BJP ക്യാമ്പുകൾ പൊതുവെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തൃശ്ശൂർ ഒഴികെയുള്ള BJPയുടെ ക്യാമ്പുകൾ പൊതുവെ ഒരു മ്ലാനതയിലാണ്. പ്രധാനമന്ത്രി എത്തുന്നതോടുകൂടി ഇത് പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയും എന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് BJP നേതൃത്വവും. എന്തായാലും അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ ഉൾപ്പെടെ, പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഉൾപ്പെടെയുള്ള പരിപാടികൾ പാലക്കാട് ഉണ്ടാവും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മറ്റേതൊക്കെ ജില്ലയിൽ അദ്ദേഹം പ്രസംഗിക്കും, എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ പിന്നീട് അതിൻ്റെ ഷെഡ്യൂൾ വരും എന്നാണ് BJP വൃത്തങ്ങൾ പറയുന്നത്. എന്തായാലും നമുക്കറിയാം, ഈ പാലക്കാടും അതുപോലെ തന്നെ മലമ്പുഴ കുറച്ച് പ്രദേശങ്ങളെല്ലാം തന്നെ BJPക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വലിയ സ്വാധീനമുണ്ട്. പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് BJPയാണ്. ഈ നഗരപ്രദേശങ്ങളിൽ തന്നെയാണ് കാര്യമായ സ്വാധീനമുള്ളത്. ഇപ്പോൾ പ്രധാനമന്ത്രി എത്തുന്നതോടുകൂടി പാലക്കാടുള്ളൊരു സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന ഒരു മൈലേജിന് അപ്പുറത്തേക്ക് കൂടുതൽ ആളുകളെ, അല്ലെങ്കിൽ അതിൻ്റെ തൃശ്ശൂരും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലും BJPക്ക് പ്രധാനമന്ത്രി എത്തുന്നതോടുകൂടി വലിയ ഒരു ഉണർവുണ്ടാവും എന്നുള്ള ഒരു വിലയിരുത്തൽ പൊതുവെ ഉണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി ഈ മാസം 15-ന്, അതായത് വെള്ളിയാഴ്ച പാലക്കാട് എത്തുന്നത്. വിനേഷ് സൂചിപ്പിച്ചതുപോലെ കൃത്യമായ രാഷ്ട്രീയം മുൻനിർത്തിയാണ് പ്രധാനമന്ത്രിയുടെ നീക്കം. പ്രധാനമന്ത്രി വീണ്ടും മാർച്ച് 15-ന് അദ്ദേഹം വീണ്ടും എത്തുമ്പോൾ സ്വാഭാവികമായും കേരള രാഷ്ട്രീയത്തിൽ പ്രധാനമന്ത്രിയുടെ വരവും അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങളുമൊക്കെ വലിയ ചർച്ചയാവും. നേരത്തെ തന്നെ മോദി ഗ്യാരണ്ടി വലിയ ചർച്ചയാക്കി തന്നെയാണ് BJP മുന്നോട്ട് പോകുന്നത്. വീണ്ടും നമ്മൾ മടങ്ങി വന്ന് കോൺഗ്രസ് ക്യാമ്പ്